ഗൈസ് ഒന്നുമില്ല, ആരാണ്ട് ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതേ പിടിച്ച് രാവിലെ പോലെ ആലോചിച്ചോണ്ടിരിക്കുക. ആരും നെഗറ്റീവ് കമന്റ് ആരും നെഗറ്റീവ് കമന്റ് എന്നല്ല പറയണേ. അപ്പോൾ അതെന്താ പറയണേ, ഇതിനകത്ത് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും ഒരു തിരുമ്മലിരിക്കുവാ ഞാനിവിടെ, തിരുമ്മി ഇരിക്കുവാ ഞാൻ. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ പുതിയ ചാനലുകൾ തുടങ്ങണം, എല്ലാവർക്കും അറിയാം. ഒരു ചാനൽ തുടങ്ങിയാൽ എത്ര ബുദ്ധിമുട്ടാണ്. ആ ചാനലൊന്ന് സബ്സ്ക്രിപ്ഷൻ കിട്ടാനും കയറി വരാനും ഒക്കെ ഒത്തിരി പാടാമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ ആദ്യം നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കണതും ഷെയർ ചെയ്യണതും ഒക്കെ. അപ്പം നല്ല കുറേ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉള്ള സമയത്താണ് നമ്മൾ വീഡിയോസൊക്കെ തുടങ്ങണതും. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോ ചെയ്യാനും ഒക്കെ എൻ്റെ ഇവിടെയുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടാണ് അവരെനിക്ക് ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങാനായിട്ട് എനിക്ക് എന്താ കഴിവുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറച്ചൊക്കെ വരയ്ക്കും, ഇപ്പം ഞാൻ ബേക്ക് ചെയ്യും, കേക്ക് ഉണ്ടാക്കും. കേക്കിൽ എനിക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു, അതൊക്കെ ഒരു വീഡിയോ എടുത്ത് വ്ളോഗായിട്ടൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് കുറേ ഒരു 2020-21 അല്ലെങ്കിൽ ഒരു 18 ആ ഒരു ടൈം തൊട്ടേ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ നമ്മളുടെ സാഹചര്യങ്ങൾ വേറെയായിരുന്നു. നമുക്ക് ക്യാമറയെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, കമൻറ്റുകളെ പേടി, അല്ലെങ്കിൽ കുറേ ഒരു ലൈഫ് ജേർണി ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ, വണ്ണം വെച്ചിരുന്ന ഒരു സമയം. അപ്പോൾ ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവണേ. അപ്പോൾ അതിനെയൊക്കെ ഓർത്ത് ഒത്തിരി ലേറ്റായി. പക്ഷേ എന്നാലും എനിക്കും ഇഷ്ടമായിരുന്നു ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ വീഡിയോയിലൊക്കെ ആക്റ്റീവായിരിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതിന്. അപ്പം ഞാൻ എന്താ പറയണേ, ഒരാളിവിടെ തലകുത്തി വീണ ആക്ച്വലി ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ രാവിലെ തൊട്ട് ഒരു കാര്യം എൻ്റെ മനസ്സിനെ ഭയങ്കര ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്, എന്തോ ഒരു നെഗറ്റീവ് കിട്ടി. അപ്പം ഞാൻ അതും വെച്ചിട്ട് അതെന്തായാലും വീഡിയോയിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓട്ടോ മാഡ്നസ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ചാനലുണ്ട്, ഓട്ടോ മാഡ്നസ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ പറ്റുവാണെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായി, ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു അന്നേരം പ്രശ്നം. രാവിലെ ഞാൻ ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ, ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ പുതിയ ചാനലുകൾ തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ ആദ്യമേ തന്നെ കയറി വരത്തൊന്നുമില്ലല്ലോ. നമ്മൾ കുറേ ട്രൈ ചെയ്യണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാ വീഡിയോസും എടുത്ത് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എടി വീഡിയോ സൂപ്പർ. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, എടി നീ നിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനെന്നൊക്കെ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുകയാണേ, നിൻ്റെ ചാനൽ കുറച്ചും കൂടെ നന്നാവട്ടെ എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ആള് ഭയങ്കര ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അവളുടെ ആ ഒരു കമൻറ്റിനെ ഞാൻ വെൽക്കം ചെയ്യണു. പക്ഷേ എനിക്ക് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടേ ഈ കമൻറ്റ് പേടി, അല്ലെങ്കിൽ നെഗറ്റീവ് പറയണത് പേടി, അങ്ങനത്തെ ഒരു സാധനമൊക്കെ എനിക്കുണ്ടായിരുന്നു കുറേ നാൾ. അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ചാനൽ തുടങ്ങിയതും അതായത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണതും ഒക്കെ. അപ്പോൾ ഇതാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞ്, അപ്പോൾ എൻ്റെ വീഡിയോസൊന്നും കൊള്ളത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്താ നെഗറ്റീവ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്, പുതിയ ചാനലുകൾ തുടങ്ങണവർക്കറിയാം. ഇപ്പോൾ എന്തായാലും എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നത് എൻ്റെ ഫാമിലിയിലുള്ളവരും പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും, അങ്ങനത്തെ കുറച്ചൊരു ചുരുങ്ങിയ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുതായാലാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് അറിയാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അതാണ് വ്ളോഗ് എടുക്കാൻ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഇല്ല എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതായിരുന്നു പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം പോയി. ആക്ച്വലി എനിക്കത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം അതായിരുന്നു എൻ്റെ പ്രശ്നം. ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം പോയി. അപ്പോൾ അതൊക്കെ പോയി ഇന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് ഇവിടെ പാർക്കിലൊക്കെ വന്ന് ഒന്ന് ചില്ലടിക്കാമെന്ന് വിചാരിച്ചു. ചില്ലെന്ന് വെച്ചാൽ പിള്ളേർക്കൊന്ന് എൻഗേജ് ചെയ്യാം. പിള്ളേർക്ക് ഇവിടെ സൈക്കിള് ഓടിക്കാനും പാർക്കിൽ കുറച്ച് ചെറിയ ഊഞ്ഞാലുകൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഹലോ
അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് വന്നിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന സമയത്ത് ചെറിയൊരു മൂഡ് ഔട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനും പിന്നെ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാനും കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാനും അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചത്, അങ്ങനെയുള്ള ഇതിലോട്ട് വന്നത് എങ്ങനെയാണെന്നും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഞാൻ ഇവിടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ എങ്ങനെയായിരിക്കണേ. അയ്യോ ഇത് പറ്റത്തില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. ഇനി എന്നാ വേറെ എങ്ങനെയെങ്കിലും ഇരിക്കും. അവിടെ വെട്ടമില്ല, ബ്ലാക്കായോ? കൈസ്, നിങ്ങൾക്കൊരു യേശുദാസിൻ്റെ പാട്ട് കേൾക്കണമെങ്കിൽ കേൾപ്പിക്കാം. ഒന്നോടെ പാടൂ യേശുദാസിന്റെ പണികളല്ല. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. സണ്ണി ഡേയിൽ കുട്ടികളെല്ലാം കളിക്കാൻ ഇറങ്ങി. അപ്പം എന്തിനാ നീ തന്നെ പോയിട്ട് വാ. ആ നോക്കിക്കോളാം. ക്രിസ്ത്യൻ കമന്റിനെ പേടിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങാതിരുന്നെങ്കിലും കമന്റ് നമ്മള് പിന്നെ കമന്റിനെ നമ്മള് എന്താ പറയാ തെറ്റിപ്പോണു. കമന്റ് വന്നു കഴിയുമ്പോഴല്ലേ അതിന്റെ റിയാക്ഷൻ വരത്തുള്ളൂ. കമന്റ് വരണേന് മുന്നേ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നേരത്തെ ചാനൽ തുടങ്ങാൻ പേടി കമന്റിനെ പേടിച്ചിട്ടായിരുന്നു. ഇപ്പൊ പിന്നെ തുടങ്ങിപ്പോയി. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കമന്റുകളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ എൻ്റെ വീഡിയോസ് കാണുന്നവരാരും, ഞാൻ കണ്ട ഒരു വീഡിയോയിൽ എനിക്ക് കമൻറ്റുകളൊന്നും തന്നിട്ടില്ല ആരും. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്ത് എന്നെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കൂ. നിങ്ങൾ ഷുഗർ പിന്നെ അത് തന്നെയാണ്. നീ അത്ര ആയിട്ടില്ലെന്നാണ് ഒരു ഫ്രണ്ട് പറഞ്ഞത്. ഞാൻ അത്ര ആയില്ല എന്ന് വിഷമിച്ചിരിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ സാൻഡ്വിച്ച് ചെയ്ത് പറയണം, മേളില് നല്ലത് താഴെ നല്ലത് ഇടയ്ക്കോടെ. അങ്ങനെയല്ല, എന്തായാലും എനിക്ക് യൂട്യൂബ് ചാനൽ വേണം. എനിക്ക് ഇങ്ങനെ സംസാരിക്കണം, എനിക്ക് ഇങ്ങനെ വ്ളോഗുകൾ എടുക്കണം, എനിക്ക് മേക്കപ്പ് ചെയ്യണത് കാണിക്കണം. എനിക്ക് ഒരു 3 ദിവസമായിട്ട് വീഡിയോ സതീശന്റെ സംഭവം പറയണമെന്നും പറഞ്ഞോണ്ടിരിക്കുക. അത് ഞാൻ വിട്ടു. നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിയുമ്പോ ഒരാള് വീഡിയോ ആയിട്ട് വരും. എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമായി. ഞാൻ വന്ന വഴിക്ക് ഞാൻ ഇത് കാണിച്ചു തരാൻ മറന്നുപോയി നിങ്ങളെ. ഞാൻ ആ പിള്ളേരെ ഒന്ന് നോക്കിക്കോണേ. ഇത് ഞങ്ങളുടെ പാർക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിലും ഇങ്ങനെ പാർക്കുകളുണ്ട്. അപ്പം നമുക്ക് നല്ല രസമായിരിക്കും പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാലും. ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, നല്ലൊരു പുഴയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഇത് ശരിക്കും ടൗണാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ വലിയൊരു സിറ്റിയാണ്. അപ്പം സിറ്റിയുടെ നടുക്കാണ് നമ്മൾ താമസിക്കണം തന്നെ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വലിയ പാർക്ക് ഉണ്ടാവും, ഏക്കർ കണക്കിന് പാർക്ക് ഉണ്ടാവും. അത് മസ്റ്റാണ് ഇവിടെ വേണമെന്നുള്ളത്. അപ്പം ഞാൻ കാട്ടിക്കോടെയൊക്കെ കയറി കാണിക്കുമോ നിങ്ങളെ. ഇതുകൊണ്ടോ വലിയ കാട് പോലെ ഇരിക്കും. ഇതിങ്ങനെ ഇടവഴിയാണ്, അങ്ങനെ കണക്ട് ചെയ്ത് കുറേ പാർക്കുകളുണ്ട് ഓരോ റെസിഡൻസിൻ്റെ ഇടയ്ക്ക്. അതിനിടയ്ക്കൂടെ ഒരു പുഴ ഒഴുകണ കണ്ടോ, ഭയങ്കര രസമില്ലേ പുഴ കാണാൻ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാ തോന്നും. ഞാൻ ഇടയ്ക്ക് ഒരു റീൽസ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് നടക്കാൻ വരുമ്പം ഇതിനകത്തുനിന്ന് നടന്നിട്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രിഡ്ജുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജ് കയറി നിന്നപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര നൊസ്റ്റാ തോന്നി. നമ്മൾ തോട്ടിലും കയ്യാണിയിലൊക്കെ പോയി മീൻ പിടിക്കുക, തോട്ടിലും കയ്യാണിയിലൊക്കെ കയറി മീൻ പിടിക്കണം പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി. അപ്പം അതാണ് ഞാൻ നൊസ്റ്റായിട്ടിട്ടത്. അപ്പോൾ ഈ പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ പുഴ കാണിക്കാൻ വേണ്ടി വന്നതാണ്.
ഇനി നമുക്ക് മുന്നോട്ട് പോവാം. പുറകിലോട്ട് നോക്കിയോ, ഒരുപാട് പേര് സൈക്കിളെ ഓട്ടി പോകണുണ്ടോ. വലിയവരും പിള്ളേരും ഒക്കെ ഇവിടെ ഒത്തിരി പേര് സൈക്കിളെ ഓട്ടിയൊക്കെ പോകുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഭയങ്കര രസമാണ്. സമ്മറായി തുടങ്ങി ഇവിടെ. നല്ല വെയിലും പച്ചപ്പും. എന്നെ നോക്കി കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുക അവിടെ. കാണാം നിങ്ങൾക്ക്. ഇവിടെ കണ്ടോ, നല്ല രസമില്ലേ പച്ച പുല്ലൊക്കെ. ചിരിച്ചോണ്ട് നിൽക്കുക അവിടെ. സൂം ചെയ്തെടുത്ത് കാണിക്കാം. ഇത് കണ്ട് ഈ പൂക്കൾ കാണാൻ നല്ല രസമില്ലേ, നിലത്തോടെ ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കണം. അതിൻ്റെ അടുത്ത് അവിടെ 2 കുഞ്ഞി ഇതുണ്ടായിരുന്നു, ദേശാടന കിളികൾ മലയാളത്തിൽ പറഞ്ഞാൽ. അതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. ഗീസ് എന്നൊക്കെ പറയണ പോലത്തെ സാധനം അതെന്ന് തോന്നുന്നു. ഒത്തിരി ദൂരം പറക്കും അത്. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ ബ്രിഡ്ജ്. ഇങ്ങനെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ ഒത്തിരി സൂം ചെയ്ത് വെച്ച് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് ഇത് കണ്ടോ, ഇതിനെ കവർ ചെയ്ത് പാർക്കിനെ ചുറ്റും ഒരു പുഴ പോലെ അവർ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം പോണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര നമ്മുടെ നാട്ടിൽ ഒരു തോടിൻ്റെ ഒക്കെ അത്രയും അല്ലെങ്കിൽ അതിലും വലിപ്പമുള്ള വീതിയൊക്കെ ഉണ്ട്. പിന്നെ ഇതേ കണ്ടോ, അവിടെ താറാവൊക്കെ ഇരിപ്പുണ്ട്. കണ്ട താറാവൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സൈഡിലോട്ടൊക്കെ വീടുകളാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇത് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണതാണ് ഈ ബ്രിഡ്ജും പിന്നെ ഈ പുഴയും. പിന്നെ ഇങ്ങനെ കവർ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, ഈ സൈഡിലോട്ടും ആ പുഴയുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കാണാതെ ഇപ്പുറത്തോടെയും കാണാം. അത് കണ്ടോ, നല്ല രസമില്ലേ കാണാൻ, കാടും പുഴയൊക്കെ. ഇതൊക്കെ ശരിക്കും ഭയങ്കര ഉണങ്ങിക്കിടക്കുമായിരുന്നു ഇവിടെയൊക്കെ. മരങ്ങളൊക്കെ നല്ല ഉണങ്ങിക്കിടക്കുമായിരുന്നേ. എന്നിട്ട് ഇപ്പം സമ്മറായി തുടങ്ങിയപ്പം നല്ല പച്ചപ്പും ഗ്രീനറിയും ഒക്കെ ആയി. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. വീഡിയോ ചെയ്ത് പട്ടായിരുന്നു. വഴിക്കോടുള്ള ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരണേന്ന്. മൈക്കില്ലാത്തതുകൊണ്ട് ശരിക്കും കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരാൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് പിന്നെ കയ്യിൽ നിന്ന് വീഡിയോ വെക്കണില്ല എന്ന്. രഞ്ജിത്ത് എന്തെങ്കിലും പറയാനുണ്ടോ രഞ്ജു? ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് പിന്നെ ഫ്യൂച്ചറിലല്ല വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾ മാക്സിമം കുറ്റം കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മളെ സ്ട്രോങ് ആക്കി എടുക്കണം. അതെപ്പോഴും അങ്ങനെയാണ്. എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ഇൻസ്പിറേഷൻ വരണേ. ഇത് കണ്ടോ, എനിക്കിത് മാത്രം ഇഷ്ടമില്ലാത്ത. ഇവിടെ എപ്പോഴും ഈ വോളൊക്കെ നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ആരൊക്കെയോ നാട്ടിൽ പറയുന്ന പോലെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഇത് മുഴുവൻ പെയിൻ്റ് അടിച്ച് വെക്കും. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ട്രെയിൻ, അവിടെ ഇതുപോലെ വൃത്തികേടാക്കിയായിരുന്നു. അത് മുഴുവൻ അവർ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴേ വിചാരിച്ചു, നല്ല ഭംഗിയാക്കിയിട്ടുണ്ടല്ലോ എന്ന്. കറക്റ്റ് പിറ്റേ ദിവസം ഇതുപോലെ ഫുള്ള് വൃത്തികേടാക്കി വെച്ച്. എന്ത് മോശമല്ലേ ഇങ്ങനെ കാണിച്ചു വെക്കണേ. മൈഗ്രൻസ് കുറേ ആൾക്കാർ വെളിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ചെയ്യും ഇങ്ങനെയൊക്കെ.